താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഗ്ലോറി. പപ്പ നന്ദി പറയുന്നു പപ്പ. വീണ്ടും ഒരിക്കൽ കൂടെ അപ്പൻ്റെ സന്നിധിയിൽ എനിക്ക് നന്ദി പറയുവാൻ ദൈവം തന്ന ഈ അവസരത്തിന് ഞാൻ കോടാനും കോടി നന്ദി പറയുന്നു. 8-ാം മാസത്തിൽ ബ്രദർ എന്നോടൊരു ദൂത് പറഞ്ഞായിരുന്നു, നീ സകലതിൻ്റെ മേൽ മറികടക്കുമെന്ന്. അത് അസാധാരണമായ ഒരു മറികടക്കാണ് ഞാനിപ്പോൾ നടന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ 19 വർഷം ഞാൻ വാടക വീട്ടിൽ താമസിച്ചിരുന്നിടത്തുനിന്ന് ഞാൻ സ്വന്തം വീട്ടിൽ അതിമനോഹരമായി ചന്തമായി ഉചിതമായ ഒരു എന്താ പറയുക, ഒരു ഏതൻ തോട്ടം പോലെയും പിന്നെ യഹൂദാഗോത്രത്തിലെ സിംഹം, അതേപോലെ എനിക്ക് വാക്കുകൾ തികയുന്നില്ല പറയുവാൻ. അത്ര മനോഹരമായി ദൈവം അത് പണിഞ്ഞ് തന്നത്. ഞങ്ങളാരുമല്ല അതിനകത്ത് പണിഞ്ഞത്. കാരണം ചേട്ടൻ അതിനു മുമ്പ് ഒരു വലിയൊരു വീട് വെച്ചായിരുന്നു. പക്ഷേ ആ വീടൊന്നും ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോയതാണ്. പക്ഷേ ഈ വീട് കണ്ടിട്ട് പറഞ്ഞത് എന്തെന്നറിയോ, ഈ വീടിനകത്ത് ഞങ്ങൾ കയറി വന്നിട്ട് വലിയൊരു പ്രകാശമാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. സകലമായ ആൾക്കാരും പറഞ്ഞതാണ്. അതേ കണക്കൊരു വിശാലത കാണുന്നെന്ന് പറഞ്ഞു. അസാധാരണമായ ഒരു വീടാണെന്ന് പറഞ്ഞു. അതേപോലെ ഫുഡ് കഴിച്ചവരും അതേപോലെ അതിമനോഹരമായ ഫുഡ് തന്നെന്നും പറഞ്ഞു. അതിവിടുത്തെ നമ്മുടെ സ്റ്റാലി ബ്രദറാണ് ആ ഫുഡ് ഒരുക്കിയത്. പിന്നെ അതേപോലെ പറയത്തില്ലേ, ഒരു വെടി വെക്കുമ്പോൾ തന്നെ 2 പക്ഷികളെ വീഴുമെന്ന് പറയത്തില്ലോ, അതേപോലെ എൻ്റെ വീട്ടിൽ നടന്ന 2 വിടുതല. എനിക്കും വീട് കിട്ടി, എൻ്റെ മോനും വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക്. അവനും 6 വർഷം കൊണ്ട് വാടക വീട്ടിൽ താമസിക്കുമായിരുന്നു. അവനും ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് അവനും മാറി. ഇത് 2 മിറക്കളാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാതെ. അതായത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, നിന്നെ പട്ടണത്തിൽ മാനിക്കപ്പെടുമെന്ന് പറഞ്ഞതുപോലെ എന്നെ പട്ടണത്തിലാണ് മാനിച്ചത്. കാരണം ആർക്കും കൊടുക്കാത്തൊരു വലിയ ടൗണിനകത്ത് അത് എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞ് അത് ഞാൻ ദൈവത്തെ എന്നെ അതിമുറുക്കി പിടിച്ചു. കാരണം ഒത്തിരി വലിയ പ്രതിസന്ധിയിൽ കൂടെ ഞാൻ ഒരുപാട് പോയ വ്യക്തിയാണ്. ഈ വീട് പണിയുന്ന സമയത്തും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ വചനമായിരുന്നു ഞാൻ എന്താ പറഞ്ഞു, നീ തുറന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, നീ അടച്ചാൽ അത് ആർക്കും തുറക്കാനും പറ്റത്തില്ല. ഈ വചനം ഞാൻ എപ്പോഴും എൻ്റെ ഭവനത്തിനകത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം നിവർത്തീകരിച്ച് തന്നു. ബ്രദറും കുടുംബവുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പ്രാർത്ഥിച്ച് ഞങ്ങളെ കുടുംബമായി ഞങ്ങളെ ബ്ലെസ് ചെയ്ത് അനുഗ്രഹിച്ച്, അതെല്ലാം ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഞങ്ങൾക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ സ്വന്തം സഹോദരൻ എനിക്ക് വന്നില്ല കുടുംബവും. പക്ഷെ ഞാൻ സ്വന്തം സഹോദരനായി ഞാൻ കാണുന്നത് റോയ് പാസ്റ്റിനെയും കൃപസിനെയും. ഫസ്റ്റിലെ അവർ വന്നു എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. എല്ലാം എനിക്ക് സകലം എനിക്ക് വിളമ്പി തന്നവർ, എനിക്ക് അതിനെല്ലാം ഞാൻ കോടി നന്ദി പറയുന്നു. കൊല്ലം പട്ടണത്തിൽ ഇതേപോലൊരു ഭവനം ഞാൻ കണ്ടിട്ടില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അക്കരമൊന്ന് ഉയർത്തി. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ അറിയാം, അധികം താമസിച്ചത് ഏറ്റവും വലിയ വലിപ്പത്തിന് വേണ്ടിയാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 19 വർഷം വെയിറ്റ് ചെയ്തത് ഏറ്റവും വലുത് ചെയ്യാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരൊന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത നന്മകൾക്കായി സ്തോത്രം, കർത്താവ് ചെയ്ത നന്മകൾക്കായി സ്തോത്രം.